ഹായ് ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? ഈ യാത്രയ്ക്ക് വളരെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. വളരെ പ്രത്യേകത ഉള്ള ഒരു ദിവസം കൂടിയാണ്. യാത്ര കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ഒന്നാണ്. അതായത് ഞങ്ങളിപ്പോൾ പോകുന്നത് ആലുവയിലാണ്. ആലുവയിലെ KMEI കോളേജ് ഓഫ് ആർക്കിടെക്ചർ. അവിടെയാണ് ഞങ്ങളുടെ അനിയൻ പഠിച്ചത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു കേട്ടോ ഈ യാത്ര. അവൻ നന്നായിട്ട് പഠിക്കണം കുട്ടിയാണ്, പഠിക്കും ചെയ്യും, വരയ്ക്കും നന്നായിട്ട്. അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് അവന് മെറിറ്റിലാണ് ഇവിടെ സീറ്റ് കിട്ടിയത്. മെറിറ്റിൽ സീറ്റ് കിട്ടുമ്പോൾ ഒരു ചിലവില്ല എന്നല്ല, പഠിക്കാനായിട്ട് അവന് ഈ ഫീൽഡായ കാരണം ഒരുപാട് പൈസയും അവന് വേണ്ടി വന്നു. നമുക്ക് ഇപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആവാനായിട്ട് എത്ര പൈസ ചിലവാക്കണമെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ പഠിപ്പിക്കുക. അതേപോലെ തന്നെയുള്ള അവസ്ഥയിലായിരുന്നു ഞങ്ങളും. അവനെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവൻ്റെ കോളേജ്. നല്ലൊരു കോളേജാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു കോളേജ്. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ആംബിയൻസും എല്ലാതും നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും അവൻ്റെ കോളേജിലേക്ക് വരുന്നത്. എനിക്ക് ഈ കോളേജിൽ വന്നപ്പോൾ ഫീൽ എന്ന് പറയാൻ വെച്ചാൽ ഭയങ്കര സന്തോഷം, അതേപോലെ തന്നെ ഭയങ്കര പ്രൗഡ്. അവനെ കാണാനായിട്ട് ഇത്രയും ഞാൻ ആഗ്രഹിച്ചിട്ട് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അതായത് വേഗം അവനെ പോയി കാണാനായിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു. അവൻ ആ ലുക്കിൽ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ലുക്ക് കാണാനും ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. പിന്നെ അവൻ്റെ ഫങ്ഷന് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂട്ടിയാണ് പോയത്. 2 വണ്ടിയിലാണ് പോയത്. ഞങ്ങൾ 3 ചേച്ചിമാർ, ഞങ്ങളുടെ ഹസ്ബൻഡ്സ്, അവരുടെ മക്കൾ, അച്ഛനമ്മ കൂടിയിട്ടാണ് പോയത്. ഞങ്ങളവരോട് പറഞ്ഞു ഇത്രയ്ക്ക് പേരൊക്കെ പോകണടാ, അച്ഛനമ്മയും പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവൻ്റെ നിർബന്ധമായിരുന്നു ഞങ്ങളെല്ലാവരും വേണം എന്നുള്ളത്. അവൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ. അവൻ്റെ ഗ്രാജുവേഷൻ ഞങ്ങൾക്കും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഞങ്ങൾ ഇത്രയും പേരുള്ള കാരണം നമുക്കൊരു ചമ്മൽ, ഇത്രയും പേരൊക്കെ പോകണ്ടേന്ന് വെച്ചിട്ട്. പക്ഷെ അവനതാണ് സന്തോഷം. ഈ ഒരു സ്വപ്നം ഞങ്ങളുടെ മാത്രമല്ല കേട്ടാ, ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞ ഒരു വലിയ ഫാമിലിയാണ്. അതിലെല്ലാവർക്കും, ഞങ്ങളുടെ അമ്മായിമാർക്ക്, ചേട്ടന്മാർക്ക്, ഞങ്ങളുടെ കസിൻസിന്, ഞങ്ങളുടെ വല്യമ്മമാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അവരെല്ലാവരും ആഗ്രഹിച്ചൊരു ദിവസം കൂടിയാണ്. എല്ലാവർക്കും കാണണമെന്നും ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ഫംഗ്ഷൻ. അപ്പോൾ എല്ലാവരും അവിടേക്ക് പോവാണ്. അവനെ ആ ലുക്കിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇനി ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴന്നെ വന്നു കേട്ടോ. നമ്മൾ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലോക്കൊന്നും അധികം നമുക്ക് കിട്ടിയില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എത്തിയിരുന്നു.
ഞാനിത് വോയിസ് കൊടുക്കാനിരിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് അത്രയും പ്രൗഡ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൗഡായൊരു മൂമെൻ്റ് ആയിരുന്നു. അവനാ വരവ്, അവൻ്റെ ആ വാക്ക് നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ളൊരു ദിവസം. അവനിങ്ങനെ ഗ്രാജുവേറ്റ് ആയിട്ട് ഇങ്ങനെ ഗ്രാജുവേഷനിലേക്ക് അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരു ദിവസമല്ലേ. അത്രയും കഷ്ടപ്പാട് പഠിച്ച് അവനിങ്ങനെ വരികയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കരച്ചിൽ വന്നു. വളരെ സന്തോഷക്കണ്ണീരാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര പ്രൗഡ് തോന്നുന്നൊരു മൂമെന്റ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഇങ്ങനെ ഇത്രയ്ക്ക് ഇമോഷണൽ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു ദിവസം ഞങ്ങളുടെ അനിയൻ ഇങ്ങനെ ഗ്രാജുവേഷൻ ഡേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അനിയൻ്റെ അച്ചീവ്മെൻറ്റ് നമുക്കതത്രയും ഭയങ്കര സ്പെഷ്യലാണ് എപ്പോഴും. ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും പറയും പൈസയും കുറേ സ്വത്തും കാര്യങ്ങളും ഒന്നല്ല, ഞങ്ങൾ 4 പേരാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയാറുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് കിട്ടിയതൊക്കെ കണ്ട് ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നൊക്കെ കുട്ടികൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നുമല്ലോ. കുറേ നേരം ഇരുന്ന് തന്നു. ഭയങ്കര എന്താ പറയുക, അവിടെ അതിൻ്റെ മുകളിലുള്ള വ്യൂ ഭയങ്കരമായിട്ട് മഴ ചെറുതായിട്ടല്ല നല്ല രീതിയിൽ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അവിടെ ഫുള്ള് കോട നിറഞ്ഞിട്ട് ഈ കുന്നിൻ്റെ മുകളിലല്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവൻ ഈ സന്തോഷം കൊണ്ട് ഈ ഓടി പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ അവനെ പഠിപ്പിച്ച് അവൻ്റെ സ്കൂളിലെ മാഷ് വന്നിട്ടുണ്ട്. ആ മാഷിനെ കാണാനാണ് അവൻ ഓടിപ്പോയത്. ഇപ്പോൾ ആ ഓട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ മാഷും അവനും തമ്മിലുള്ള ബന്ധം. മാഷ് സർപ്രൈസായിട്ട് അവൻ്റെ ഗ്രാജുവേഷൻ ഡേക്ക് വന്നതാണ്. ഒരു പഠിപ്പിച്ച ഒരു മാഷ് ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പരിപാടിക്ക് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അവർ തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അവന് ഏറ്റവും വലിയ സന്തോഷം സാറ് കൂടി വന്നത് കൊണ്ടായിരിക്കണം. സാറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഇത് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്.
കടൽ കാറ്റിലേതോ സാന്ധ്യ നിലാവിൽ കടൽ കാറ്റു വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും എക്സോസ്റ്റഡ് വയ്യാണ്ടായി സമാധാനമുണ്ട് കുറച്ച് കഴിഞ്ഞ സന്തോഷം പാരൻസ് ഒക്കെ വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. എന്തിനാ തോന്നുന്നു ഭയങ്കര പ്രൗഡായിട്ട് തോന്നുക. പല ഇമോഷൻസ്. അതന്നെ നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് ഗ്രാജുവേഷൻ ഫംഗ്ഷൻ നമ്മൾ വരുന്നത് അത് നല്ല ഭംഗിയായിട്ട് നടന്നു. ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. ഇനി വരണ്ടേ തന്നൂൻ്റെ ഒക്കെ? അച്ഛാ എന്തിട്ട് തോന്നണേ അനയുടെ കാര്യം? ഗ്രാജുവേഷൻ വന്ന് പ്രൗഡ് വന്നേനെ. ഗ്രാജുവേഷൻ വന്ന് വലിയ അഭിമാന നിമിഷമല്ലേ. ഭയങ്കര പ്രൗഡല്ലേ. ആഗ്രഹിച്ച ഒരു സന്ദർഭം വന്നെത്തി. ആഗ്രഹിച്ചിരുന്നപ്പോൾ സന്തോഷം. അമ്മയ്ക്കോ? ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ ഈ നമ്മൾ ഒന്നിച്ചുറങ്ങീലേ ഒന്നിച്ചുണർന്നീലേ ഒന്നറിഞ്ഞീലേ നമ്മൾ എന്നാലും ഈ നമ്മൾ പിരിയണമെന്നാലോ കയ്യൊപ്പു നൽകാതെ വിട ചൊല്ലുമെന്നാലോ മറന്നൊന്നു പോകാനാകുമോ? ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ ഓടിക്കളിച്ചില്ലേ തോടൊരു നിവന്നീ നമ്മൾ ആദ്യമായി നാം തമ്മിൽ കണ്ടൊരാ നാളെന്നിൽ പുലരുന്നു വീണ്ടും നിൻ ചിരിയോടെ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണണം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.